ഇന്നത്തെ ഗ്രഹവിജ്ഞാനത്തിൽ ഞാൻ വന്നിരിക്കുന്നത് വെറും 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് മുടികൊഴിച്ചിൽ, അകാലനര, താരൻ എന്നിവ മാറ്റി തിളക്കമുള്ള നല്ല ഇടതൂർന്ന മുടി വളരാനുള്ള ഒരു പൊടിക്കൈയുമായിട്ടാണ്. വെറും 3 ഇൻഗ്രീഡിയൻ്റ് മാത്രം. ആദ്യമായി കറിവേപ്പില. ഇതിൽ വൈറ്റമിൻ ഡി അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് വളരെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഇത് മുടികൊഴിച്ചിലിനെ, അകാലനരയെ തടയാൻ അത്യുത്തമമാണ്. അകാലനരയ്ക്ക് പ്രധാന കാരണം തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവാണ് എന്ന് പറയും. കറിവേപ്പിലയിലെ വൈറ്റമിൻ ഡി ഹെയർ ഫോളിക്കിൾസിനെ സ്വാധീനിച്ച് അകാലനര തടയുന്നു. മറ്റൊന്ന് കരിഞ്ജീരകമാണ്. അതൊരു ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ആയതിനാൽ താരനും അകാലനരയും മുടികൊഴിച്ചിലും മാറാൻ കരിഞ്ജീരകം വളരെ സഹായിക്കുന്നു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് കറിവേപ്പില നന്നായി കഴുകി നന്നായി തുണി കൊണ്ട് തുടച്ച് ഒട്ടും ഈർപ്പമില്ലാതെ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം അഥവാ ഒനിയൻ സീഡ്സ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇതും തലമുടി കൊഴിച്ചിലിനെ തടയാൻ അത്യുത്തമമാണ്. ഇനി കറിവേപ്പിലയും കരിഞ്ജീരകവും അരച്ചെടുക്കണം. അതിന് വെള്ളമല്ല ഞാൻ ചേർക്കുന്നത്, വെളിച്ചെണ്ണയാണ്. അരഞ്ഞു കിട്ടാൻ പാകത്തിന് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ അരച്ചെടുത്ത മിശ്രിതം 250 ml വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഈ എണ്ണ കാച്ചിയെടുക്കണം. മിശ്രിതം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. ഏകദേശം 20-25 മിനിറ്റ് ഇങ്ങനെ പാകപ്പെടുത്താൻ വേണ്ടി വരും. കരിഞ്ജീരകം മുടിയുടെ മോയ്സ്ചറൈസ് ചെയ്ത് മുടിയുടെ റൂട്ടിൽ നിന്ന് നറിഷ് ചെയ്ത് നല്ല സ്ട്രോങ് ആയ മുടിയാക്കി മാറ്റും. ധാരാളം പുതിയ മുടി കിളർത്തു വരാനും അകാലനരയെ തടയാനും ഇതിനുള്ള കഴിവ് അപാരമാണ്. വെളിച്ചെണ്ണയിൽ കറിവേപ്പില, കരിഞ്ജീരകം നന്നായി പാകമായി വരുമ്പോൾ ഫ്ലെയിം നിർത്തി തണുക്കാൻ അനുവദിക്കുക. നല്ല പച്ച നിറത്തിലായിരിക്കുമ്പോൾ ഈ മിശ്രിതം കാണാൻ സാധിക്കുക. ഈ മിശ്രിതം ഒരു അരിപ്പ വെച്ച് അതിന് മുകളിൽ ഒരു തുണിയോ വെച്ച് അരിച്ചെടുക്കുക. ഈ എണ്ണ ആഴ്ചയിൽ 2-3 തവണ കുളിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം കഴുകി കളയാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാം. താരൻ, മുടികൊഴിച്ചിലും അകാലനരമില്ലാത്ത ഒരു കരുത്തുറ്റ ഷൈനിങ്ങോട് കൂടിയ തലമുടി ആരുടെയും സ്വപ്നമല്ലേ? ഈ ഹെയർ ഓയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല റിസൾട്ടാണ്. മറ്റൊരു അടിപൊളി പൊടിക്കൈകളുമായി വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.